കഴിഞ്ഞ ഒരു 15 വർഷത്തിലധികമായിട്ട് വടകരയിൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് നടന്നത്. പരമ്പരാഗതമായിട്ട് CPM കേന്ദ്രമായിരുന്ന സ്ഥലമാണ്. അതിനു മുമ്പ് സോഷ്യലിസ്റ്റുകളുടെ കേന്ദ്രമായിരുന്നു. പക്ഷേ 2008 TP ചന്ദ്രശേഖരൻ CPM എന്ന് പുറത്തു വന്നതിന് ശേഷം RMP രൂപീകരിക്കുകയും CPIയുമായിട്ട് നേരിട്ട് ബലാബലം ഏറ്റുമുട്ടുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഒരു കൊലപാതകം, CPM നടത്തിയ ആസൂത്രിതമായൊരു കൊലപാതകം TP ചന്ദ്രശേഖരൻ്റെ വധമാണ്. അതിനുശേഷം വടകരയുടെ രാഷ്ട്രീയം വല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം TP ചന്ദ്രശേഖരൻ്റെ കൂടി പങ്കാളിത്തമുള്ള RMPI, അദ്ദേഹത്തിൻ്റെ ഭാര്യ KK രമ ആണ് ഇവിടുത്തെ MLA. ഇത്തവണ രമയാണ് UDFൻ്റെ സ്ഥാനാർത്ഥി. എങ്ങനെയാണ് വടകരയിലെ KK രമയുടെ സ്ഥാനാർത്ഥിത്വത്തെ NC കാണുന്നത്? വടകരയിലെ KK രമ ഒരു പ്രത്യേകമാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതപര്യന്തം നടത്തിയിട്ടുള്ള എല്ലാ അധാർമികമായ പ്രവർത്തനങ്ങളുടെയും അരാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും കൊള്ള, അതുപോലെ തന്നെ അക്രമം, ഈ സ്വജനപക്ഷപാതം, അങ്ങനെ എന്തെല്ലാം രാഷ്ട്രീയമായ മൂല്യച്യുതികളുണ്ട്, എല്ലാ മൂല്യച്യുതികളുടെയും ഒരു കൂടാരമായി മാർക്സിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെതിരായിട്ടുള്ള ജനവികാരത്തിൻ്റെ ഒരു പ്രതീക, ആ വികാരത്തിൻ്റെ മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് രമ ചെയ്തിട്ടുള്ളത്. രമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. അപ്പോൾ അത് ഈ ജനവികാരത്തിൻ്റെ ഒരു 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 പ്രത്യക്ഷ പ്രതീകം എന്നുള്ള നിലക്കാണ് നമ്മൾ KK രമയെ കാണുന്നത്. അതൊരു വികാരമാണ്. ആ വികാരത്തിൻ്റെ പിന്നിൽ വടകരയിലെ ജനങ്ങൾ മുഴുവനുമുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസം. അത് രാഷ്ട്രീയാതീതമായ ഒരു പ്രീതി ഇവർ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ കൊല്ലവും ഈ തവണയും അവർ അനായാസമായ വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഒരു MLA എന്ന നിലയ്ക്ക് രമയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഒരു MLA എന്നൊക്കെ മികച്ച പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വടകരയിലെ തീരപ്രദേശങ്ങൾ, കടലോര, ഇപ്പോൾ വടകര മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അഴിത്തല മുതൽ അഴിയൂർ വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ ഒരു കടൽ തീരപ്രദേശം, ജനസംഖ്യയുടെ 1/3 ഭാഗം താമസിക്കുന്നത് ആ പ്രദേശത്താണ്. അവിടെ കടലോര നിവാസികളാണ് അധികമുള്ളത്. ആ കടലോര നിവാസികൾക്ക് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് കടലാക്രമണമായിരുന്നു. കടലിൽ ചെറിയൊരു വേലിയേറ്റുണ്ടാകുമ്പോൾ തന്നെ തങ്ങളുടെ കുടിലുകളിലേക്ക് തിരമാലകൾ ഇരച്ചു കയറുകയും തങ്ങളുടെ വീടും കുടിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വീടൊഴിഞ്ഞു പോകുന്ന സ്ഥിതി ആ ഭാഗത്ത് ഒരു തീരാശാപമായിരുന്നു. അങ്ങനെ എത്രയോ ആളുകൾക്ക് ഓരോ കാലവർഷത്തിലും എത്രയോ ആളുകൾക്ക് വീട് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിരം പ്രതിഭാസം നമ്മളവിടെ കാണുകയാണ്. നമ്മൾ ഈ കാലം അത്രയുള്ള ജനപ്രതിനിധികളുടെ മുമ്പാകെ അവിടെ ഒരു കടൽ ഭിത്തി കെട്ടിത്തരുന്ന എന്ന അപേക്ഷയുമായിട്ട് എത്രയോ കാലമായി അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനൊന്നും ഒരു വഴി ഉണ്ടായില്ല. KK രമ വന്നപ്പോൾ അവിടെ കടൽ ഭിത്തി ഉണ്ടായി. ഏതാണ്ട് മുഴുവനായി എന്ന് പറയുന്നില്ല, ഈ അഴിത്തല മുതൽ ഏതാണ്ട് കുരിയാടി കടപ്പുറം വരെയുള്ള പ്രദേശത്ത് വലിയ കടലാക്രമണം ഉണ്ടാകുന്ന, രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുന്ന ആ പ്രദേശത്ത് ഇന്ന് നല്ല ഒന്നാം തരം കടൽ ഭിത്തി വന്നിരിക്കുകയാണ്. അവിടുത്തെ ജനജീവിതം സുസ്ഥിരമായിരിക്കുകയാണ്. അപ്പോൾ അവർ ആ പ്രദേശത്തിൻ്റെ പ്രിയങ്കരിയായിരിക്കുന്നു KK രമ. അവിടെ KK രമ വലിയ പ്രതിയോഗം വിളിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. KK രമ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, വോട്ടുകൾ താനെ വീഴും. ആ രീതിയിലുള്ള ഒരു ജനസമ്മതി അവർ അവിടെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഒരുപാട് ഇപ്പോൾ അവർക്ക് എല്ലാവിധ പ്രതിരോധങ്ങളുണ്ട്. കേരള ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് നീതി കിട്ടിയില്ല. എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം കൊണ്ടുവന്നാൽ അതിനെ എങ്ങനെയെങ്കിലും തിരഞ്ഞു വെക്കാനാണ് കേരള ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ന്യായമായ ഒരു MLAക്ക് കിട്ടുന്ന ന്യായമായ ഒരു സംഖ്യ അല്ലാതെ അതിൽ കൂടുതലായ എന്തെങ്കിലും ഒരു പ്രത്യേകത KK രമയ്ക്ക് വേണ്ടി അവർ ചെയ്തു കൊടുത്തില്ല. എന്നിട്ടും ആ ബുദ്ധിമുട്ടുകളെല്ലാം അതിജീവിച്ചു. ഇപ്പോൾ വടകര മുനിസിപ്പാലിറ്റി ആണെങ്കിൽ KK രമയെ ഒരു MLA ആയിട്ട് അംഗീകരിക്കുന്നില്ല. ഒരു പരിപാടിക്ക് KK രമയെ വിളിക്കാറില്ല. മുനിസിപ്പൽ പ്രദേശത്ത് ഒരുപാട് പദ്ധതികൾ KK രമ കൊണ്ടുവന്ന് അതെല്ലാം തന്നെ അവരുടെ മാർക്സിസ്റ്റ് നഗരസഭയുടെ എതിർപ്പ് നേരിട്ടുകൊണ്ടാണ്. അവരുടെ ഒരു സഹായമില്ലാതെ വെറും ജനകീയ സഹായം കൊണ്ട് മാത്രമാണ് നമുക്ക് എടുത്തു പറയാൻ തക്ക രീതിയിൽ ഒരുപാട് പദ്ധതികൾ വടകര നഗരസഭയ്ക്കുള്ളിൽ പോലും KK രമ കൊണ്ടുവന്നിട്ടുണ്ട്. 1000 കൊല്ലമെങ്കിലും പഴക്കമുള്ള ഒരു തുറമുഖ നഗരമാണ് വടകര പട്ടണം. ആ പട്ടണത്തിൽ പഴയ കാലത്തെ പ്രതാപ ഐശ്വര്യങ്ങളുടെ പൗര കൊട്ടാരങ്ങൾ ആയിരുന്ന ഒരു സ്ഥലമാണ്. പഴയ പാണ്ഡികശാലകളും പഴയ ഇതൊക്കെ കാണും അവിടെ. അതൊക്കെ തകർന്നടിഞ്ഞു പോയി. ആ പൈതൃക നഗരി വീണ്ടെടുക്കാനും വടകരയുടെ പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാനായി കോടിക്കണക്കിന് റുപ്യ ചിലവാക്കിക്കൊണ്ട് ഒരു പൈതൃക നഗരം വടകര താഴെയങ്ങാടി പ്രദേശത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഇവർ ആവിഷ്കരിക്കുകയും അത് അതിൻ്റെ പൂർണ്ണമായിട്ടെങ്കിലും അതിൻ്റെ ഏതാണ്ട് പകുതിയോളം കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മത്സ്യം വെള്ളത്തിൽ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു ഈ MLA എന്നുള്ള ഒരു തെളിവ്
നമ്മളെ ഈ പുറക്കര ഭാഗത്ത് ഒരു മത്സ്യബന്ധനത്തിന് പോയ ഒരു സഹോദരൻ കടലിൽ വീണ് ഒരു ചെറുപ്പക്കാരൻ മരിക്കുകയുണ്ടായി. ആ കടലിൽ വീണ മൃതദേഹം തിരയാൻ വേണ്ടിയിട്ട് നാട്ടുകാരൊക്കെ ഒത്തുകൂടി അതറിഞ്ഞ സമയത്ത് വൈകുന്നേരം 3 മണിക്ക് MLA അവരെ കൂടി. MLA ഈ ആളുകളുടെ കടലിൽ ഇറങ്ങിയിട്ടും ഇറങ്ങാണ്ടും ഒക്കെ തന്നെ പിറ്റേ ദിവസം നേരം വെളുക്കുന്നവരെ ആ സ്ത്രീ ഉറക്കം ഊണ് കഴിഞ്ഞുകൊണ്ട് അവരുടെ ഒപ്പം ഈ കടൽ തൊഴിലാളികളൊപ്പം തെരച്ചിലിൽ പങ്കെടുത്തു. അങ്ങനെ ഒരു MLA ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടാവില്ല. ഹെലികോപ്റ്റർ വിളിച്ചു വരുത്തി, കോസ്റ്റ് ഗാർഡിനെ വിളിച്ചു വരുത്തി, എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തു. അവർ തന്നെ സ്വന്തം അവരെവിടെയും പോയില്ല, ഊണ് ഉറക്കം കഴിഞ്ഞ് അവിടെ തന്നെ കിടന്നു. അതുകൊണ്ട് അസാമാന്യമായ ധീരതയും കർത്തവ്യ ബോധവും അതുപോലെ തന്നെ കർമ്മശേഷിയും തെളിയിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് KK രമ. അവർക്ക് കൊടുക്കുന്ന ഓരോ വോട്ടും വിലപ്പെട്ടതാണ്, ഒന്നും പാഴായി പോവുകയില്ല എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്.